ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. Celebrating Viva by Shobika Weddings. ജീവനുണ്ടെങ്കിൽ നാളെ സഭയിൽ കയറും. ഇരിക്കാൻ സ്വതന്ത്ര ബ്ലോക്ക് വേണമെന്ന് PV അൻവർ MLA. ഈയൊരു ദിവസം കൂടി നോക്കുമെന്നും താൻ പ്രതിപക്ഷ നിരയിൽ ഇരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വതന്ത്ര MLA ആയിട്ട് സീറ്റ് അനുവദിക്കണമെന്നും PV അൻവർ MLA ആവശ്യപ്പെട്ടു. അൻവർ ആവശ്യപ്പെട്ടു. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതിനെയും അൻവർ പരിഹസിച്ചു. കസാരക്കളി പോലെ ഒരു സീറ്റിൽ നിന്ന് മറ്റൊരു സീറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് കാര്യം? സസ്പെൻഡ് ചെയ്യണ്ടേ? സസ്പെൻഡ് ചെയ്യണമെന്നാണ് DGP എഴുതി കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് തയ്യാറല്ല. ഒരു നടപടിയായിട്ടല്ല ട്രാൻസ്ഫർ ഉള്ളത്. സാധാരണ പോലീസിലെ ട്രാൻസ്ഫർ നടക്കുന്ന ചുമതലയിൽ നിന്ന് അങ്ങോട്ട് മാറ്റുന്ന ഒരു സാധാ ഓർഡറാണ്. അല്ലാതെ ഇതൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൽ വന്ന വീഴ്ചയുടെ പേരിലോ കുറ്റത്തിൻ്റെ പേരിലോ ഉള്ള ഒരു ട്രാൻസ്ഫറായിട്ട് ആ ഡോക്യുമെൻ്റ് വായിച്ചാൽ മനസ്സിലാവില്ല. ഇന്നോ നാളെയോ രാവിലെയോ മറുപടി നോക്കും. ജീവനുണ്ടെങ്കിൽ നാളെ സഭയിൽ കയറും. പ്രതിപക്ഷ സീറ്റിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ തറയിലിരിക്കും. സ്പീക്കർ സ്വതന്ത്ര ബ്ലോക്ക് തരണമെന്ന് സ്പീക്കർ കത്ത് നൽകുമെന്നും അൻവർ പറഞ്ഞു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടി തീരുമാനമില്ലെങ്കിൽ ഞാൻ സഭയിൽ കയറും. സഭയിൽ ആ സീറ്റിൽ ഞാൻ ഇരിക്കില്ല. അവിടെ തറയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇരിക്കും. എന്ത് സംശയം? തറ അത്ര മോശപ്പെട്ട സ്ഥലമൊന്നുമില്ല. നമ്മളൊക്കെ നിൽക്കുന്ന തറയുണ്ടായിട്ട് ബാക്കിയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തറ അത്ര മോശപ്പെട്ട സ്ഥലമാണ് എന്ന അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല. അല്ല, അത് നമുക്ക് നോക്കാമെന്ന്. സ്പീക്കർ വിവേചനാധികാരത്തിൻ്റെ മറുപടി തട്ടെ. അതേസമയം MR അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി BJPയെ സഹായിക്കാനെന്ന് അൻവർ നേരത്തെ പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രിയും പാർട്ടിയും സ്വീകരിക്കുന്ന നിലപാട് BJPയെ സഹായിക്കാനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വോട്ട് ചോർച്ചയുണ്ടാകുന്നുണ്ടെന്നും ഇത് BJPയെയാണ് സഹായിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പാലക്കാട് LDFിൽ നിന്നും കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായി. ഈ വോട്ടുകൾ പോയത് BJPക്കാണ്. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം വോട്ട് ചോർച്ചയുണ്ടാകുന്നുണ്ടെന്നും PV അൻവർ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.